നമസ്കാരം. ഞാൻ മൊയ്തീൻ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. മലേഷപ്പ മാടിവാലപ്പ കാൽകൂർഗി അദ്ദേഹത്തിൻ്റെ 9ാം ചരമ വാർഷിക ദിനമാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പടപൊരുതിയ അദ്ദേഹത്തെ ഒരു കൂട്ടം ദുഷ്ടർ വെടിവെച്ചു കൊന്നു. തന്നെയുമല്ല, AG നൂറാനി എന്ന ഭരണഘടനാ വിദഗ്ധനും പത്രപ്രവർത്തകനും അഡ്വക്കേറ്റുമായ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങുക. ഇന്ന് അവയവദാന ദിനമാണ്. അവയവദാനം, രക്തദാനം പോലും മഹത് ദാനമാണ്. അതിന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനുകൂലിക്കാത്തവരുണ്ട്. അതൊക്കെ ചിന്തനീയമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തായാലും ആ ദിനത്തിന് നമ്മൾ ആശംസ ചെയ്യുന്നു. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം. ഇന്ന് ഹൂത്തികൾ ഗ്രീസിൻ്റെ ഒരു എണ്ണക്കപ്പൽ തകർത്തു. ആ എണ്ണ കടലിൽ വീണം കടൽ മലിനമായിക്കൊണ്ടിരിക്കും. ഇവിടെ എനിക്ക് സമൂഹത്തോടും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോടും പലസ്തീൻകാരോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആൾക്കാർ നശിച്ചതിന് ശേഷം ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്തിന്? ആത്മാവ് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെടുമല്ലോ. അതുപോലെ ആൾക്കാരെ കൊന്നതിന് ശേഷം ഇനി അധികാരം കിട്ടിയെന്നിരിക്കുക, എന്താണ് അവിടെ നേട്ടം? ഈ മുസ്ലിം സമുദായത്തിന് ലോകത്ത് മാതൃകാപരമായ അനുകരണീയമായ ആശയങ്ങളും അഭിലാഷങ്ങളും ആദർശങ്ങളൊക്കെ ഉള്ള ഈ മതത്തിൻ്റെ അനുയായികൾക്ക് ലോകത്ത് എന്ത് സംഭവിച്ചു, എന്ത് പറ്റി? നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മഹാത്മജി, മറ്റ് പലരും ഉണ്ട്, അക്കൂട്ടത്തിൽ മഹാത്മജിയുടെ ആ നിരാഹാര സമരം, സത്യാഗ്രഹ സമരം അഹിംസപരമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച് നമ്മൾ ഏതായാലും അധികാരം സ്വാതന്ത്ര്യം നേടിയെടുത്തു. അത് സത്യമാണെന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു 100 വർഷമാകാൻ പോകുന്നു. അതേ സ്ഥാനത്ത് പലസ്തീൻ അവർ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ലോകത്ത് ഒരു മുസ്ലിം രാഷ്ട്രവും ഒരു മുസ്ലിം നേതാക്കളും ഇല്ലേ? ഇങ്ങനെ കൊന്നും എന്ത് നേട്ടം? ഏത് ഇസ്ലാമാണ് അങ്ങനെ പറയുന്നത്? സ്വന്തം രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന അർത്ഥമുണ്ട്, മനസ്സിലാക്കാം. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാം, താൽക്കാലികമായിട്ട് 1 ദിവസം 2 ദിവസമൊക്കെ അങ്ങനെ ഉണ്ടാകാം. പക്ഷെ ഇതൊരു രാജ്യമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു സംഘടന പോലെയാണ്. അല്ലെങ്കിൽ ഒരു രാജ്യമല്ലാത്ത രാജ്യമാണ് അത്. ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തോട് ആയുധം കൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് വിചാരിച്ചാൽ, ഇനി ജയിച്ചു എന്ന് വിചാരിക്കുക, മനുഷ്യരെല്ലാം പോയിട്ട് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ എന്ത് കാര്യം? ഇതിന് വലിയ ഹൂത്തികൾ നടത്തുന്നു, മറ്റ് ലെബനോണിൽ നടത്തുന്നു. ആര് ചെയ്താലും എതിർത്താലും 2 കാര്യമില്ല. ഒന്ന് ആൾ നാശവും, മറ്റ് സമ്പത്ത് നാശമല്ലേ, സാമ്പത്തിക നാശമല്ലേ. ഇത് 2 ലോകത്തിനെ തന്നെ ബാധിക്കില്ലേ? ഇസ്രായേൽ തുരിഞ്ഞിറങ്ങാണ്. അദ്ദേഹം ഭയങ്കര തീവ്രവാദിയാണ് ഇപ്പോഴത്തെ ആൾ. അത് ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഏറ്റപ്പോൾ തന്നെ ലോക മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു, ഇദ്ദേഹം എല്ലാം നശിപ്പിച്ചടക്കുള്ളൂ. ഓക്കെ, അതിന് ഒത്ത് പിന്നീട് പലസ്തീൻ അല്ലെങ്കിൽ ഗാസയിലെ പോരാളികൾ ശ്രമിച്ചാൽ എവിടെ ചെന്ന് അവസാനിക്കും ലോകത്തേത്? ആരാന്നെന്തും ചിന്തിക്കാത്തത്? ഒന്നും കൂടുതൽ എത്ര നന്നായി ചെയ്യാൻ പറ്റും? ഇവിടെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജീവൻ പോയി കഴിഞ്ഞാൽ
അവിടെ സ്വർഗം കിട്ടുമെന്നും 17-78 ഹൂറിലൂനിയിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പറയുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, പൊന്നുരുതിയുണ്ട് എറണാകുളം ജില്ലയിലെ പൊന്നുരുതിയിലും മുസ്ലിയാർ, കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹം കുറച്ച് അറിവുള്ള ആളൊക്കെയാണ്. അദ്ദേഹം പ്രസംഗിച്ചു പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം. അതെന്നറിയോ, മരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും, നരകം സ്വർഗമുണ്ട്. അത് ഇല്ലെന്ന് ചെറുപ്പക്കാർ വിചാരിക്കുകയാണെങ്കിൽ അവിടെ സംശയം ഒരു കാര്യമുണ്ടല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിലോ, അപ്പോൾ നമ്മൾ ഉണ്ട് എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം ഉപദേശിച്ച്, ആ ഉപദേശം ഞാനും പറയാണ്. സ്വർഗം നരകവും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ അന്ധമായിട്ട് ലോകത്ത് ജീവിച്ച് ആപത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യരുത്. പക്ഷേ അവിടെ സ്വർഗം കിട്ടും, ഇവിടെ എങ്ങനെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു വിശ്വാസം, ഒരു ആചാരം, ഒരു രീതി എന്തുമാത്രം അതിൽ സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ കാര്യം മാത്രം പ്രസക്തമാണെന്ന് ബുദ്ധിയുള്ള ചിന്താശക്തിയുള്ള മുസ്ലിം ഉലമാക്കൾ മീനിങ് മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം ഉമറാക്കൾ, ഭരണകർത്താക്കൾ, ഇവർ രണ്ടും കൂടി ആലോചിച്ച് തീരുമാനിക്കണം, ഖുർആനും ഹദീസും മുന്നിൽ നിർത്തിക്കൊണ്ട്. ഇത് എത്ര കാലമായി ഈ കൊള്ളിൽ കൊന്ന് കൊച്ചു മക്കളെയൊക്കെ, കുഞ്ഞു മക്കൾ 18 വയസ്സ് കഴിയാത്ത, പ്രായപൂർത്തിയാകാത്ത 2 വയസ്സുള്ള കുട്ടികളൊക്കെ ആയിരക്കണ കൊല്ലെന്നെങ്കിൽ കൊന്നത് ഇസ്രായേലാണ് എങ്കിൽ തന്നെയും അത് സാഹചര്യം ഒരുക്കിയത് ഫലസ്തീനികളോ അല്ലെങ്കിൽ ഹമാസോ അല്ലേ? അത് നിങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയണ്ടേ? എന്ത് മണ്ടന്മാരെ നിങ്ങൾ, എന്ത് ആവേശമാണ് കാണിക്കുന്നത്? എത്ര അയുക്തികരമായ രീതിയാണ്. നോൺ പ്രാക്ടിക്കൽ എന്നൊക്കെ പറയല്ലേ, അപ്രായോഗികമായിട്ടില്ലേ? ലോകത്ത് ഇന്നും സമാധാനം ആഗ്രഹിക്കുന്ന ജനകോടികളും ചില രാഷ്ട്ര നേതാക്കളും ഉണ്ട്. ആ സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞ് കൊല്ലുകൊല ഒഴിവാക്കിയാൽ, ഇതൊരാൾ പശുവിനെ കൊന്ന അടുത്തയാൾ കിടാവിനെ കൊന്നുപോലെ ഇസ്രായേൽ രണ്ടും തുരിഞ്ഞിറങ്ങാണ് നശിപ്പിക്കാൻ തന്നെ. അക്കൂടെ നിങ്ങൾ തല വെച്ചു കൊടുത്താൽ ആർക്കാണ് ക്ഷീണം? കുഞ്ഞു മക്കൾ, അവൻ ഭൂമിയിലേക്ക് ജനിച്ച് വീണുള്ളൂ, 2 വയസ്സൊക്കെ ആവുന്നുള്ളൂ. അവന് ജീവിക്കാൻ അവകാശം കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? പ്രായപൂർത്തി കഴിഞ്ഞ ചിന്താശക്തിയുള്ള ഭരണകർത്താക്കളും പോലീസും പട്ടാളമൊക്കെയാണ്. അവരാണ് ഇവരെ കൊന്നുകളയുന്നത്. അത് സാഹചര്യം ഒരുക്കി പലസ്തീൻകാരിലെ അല്ലെങ്കിൽ ഗാസ നയിക്കുന്ന അവർക്കുള്ളിലെ ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ അള്ളാഹുവിനടുത്ത് കണക്ക് പറയണ്ടേ? അവിടെ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത്, സർവസ്നേഹി മൊയ്തീൻ ഷാ പറയുന്നത്, മണ്ടത്തരമായിരിക്കാം ഇന്നത്തെ കാലത്ത്, പ്രായോഗികമല്ലായിരിക്കാം, അത് സമ്മതിക്കാം. എങ്കിലും ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ, ഒരു സർവസ്നേഹി എന്ന നിലയിൽ ബുദ്ധിയുള്ള ലോക നേതാക്കൾ മുൻപിൽ വിശിഷ്യ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം ഭരണാധികാരികളുടെയും മുസ്ലിം നേതാക്കളുടെയും മുൻപിലേക്ക് പറയാണ്, നിങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യൂ, പരിഹാരം കാണൂ, സമാധാനപരമായിട്ട് കൊല്ലും നിർത്തൂ. അതിന് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾ അള്ളാഹു വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം കുഞ്ഞു മക്കളെ, അവർ നിരപരാധികളാണ്. അവരെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ആരായിരുന്നാലും അത് തെറ്റില്ലേ? അത് ദയവ് ചെയ്ത് മുസ്ലിം രാഷ്ട്രങ്ങളോടും മുസ്ലിം ഭരണാധികാരികളോടും ഉലമാക്കളും ഉമറാക്കളോടൊക്കെ പറയുവാനുള്ളത്, പലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്ന കാര്യം സംശയമില്ല. അത് സമാധാനപരമായ രീതിയിൽ ഒന്ന് ശ്രമിച്ചുകൂടെ? ശബ്ദത്തെ ശബ്ദം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല, ലോക ഫിലോസഫിയാണ്. പക്ഷെ ശബ്ദത്തെ നിശബ്ദം കൊണ്ട് കീഴ്പ്പെടുത്താം. എൻ്റെ ജീവിതാനുഭവമാണത്. അതുപോലെ ഇസ്രായേൽ എതിർക്കുക, തോൽപ്പിക്കുക നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് വയ്ക്കാം. പക്ഷേ നിങ്ങൾ സമാധാനപരമായിട്ടുള്ള ഒരു ചിന്താശക്തി ആണെങ്കിൽ ഏത് ഇസ്രായേലിനും അവസരം മുട്ടുമടക്കേണ്ടി വരും. ഞങ്ങൾ ഇന്ത്യക്കാരെ ഞങ്ങൾ ഉദാഹരണമാണല്ലോ. മഹാത്മാജിയുടെ നേതൃത്വത്തിൽ നടന്ന സഹന സമരം വിജയത്തിലെത്തിയിട്ട് നൂറ്റാണ്ടാകാൻ പോകല്ലേ? അത് നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം നേതാക്കൾ അല്ലെങ്കിൽ മുസ്ലിം ഉമറാക്കളൊക്കെ മനസ്സിലാക്കാത്തത്? അപ്പോൾ നിങ്ങൾ ഉപദേശിക്കാൻ മാത്രം വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഞാനത് ഉപദേശിക്കണം എന്ന് പറയാണ്. അവിടെ നശീകരണവാദം ഒഴിവാക്കും. മറ്റൊന്ന്, പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടി. രാഹുൽജി, പ്രിയങ്കാജി ഒക്കെയാണ്. നിങ്ങളോട് പറയാനുള്ളത്,
നിങ്ങൾ ഇന്ത്യയിൽ ഏതാണ്ട് ന്യൂനപക്ഷങ്ങൾ മൂന്നിലൊന്ന് ന്യൂനപക്ഷമുണ്ട്, മുസ്ലിം ഉൾപ്പെടെ, ക്രിസ്ത്യാനി ഉൾപ്പെടെ, സിഖ്, ജൈനൊക്കെ ഉൾപ്പെടെ മൂന്നിലൊന്ന് ന്യൂനപക്ഷങ്ങളാണ്. അതിൽ പ്രബലമായ ന്യൂനപക്ഷമാണ് മുസ്ലിം സമുദായം. ഏതാണ്ട് 20%, 30 കോടിയോളം. ഈ 30 കോടിയോളം മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ ഇതിൽ 99% BJP വിരുദ്ധമാണ്. BJP വോട്ട് ചെയ്യാത്തതാണ്. അതിൻ്റെ പേരിലാണ് BJP അവരെ ഇപ്പോൾ കാര്യമായിട്ട് പിടിച്ച് ഓരോ നിലയിലും തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ബ്ലോക്ക് നിങ്ങൾക്ക് വോട്ട് കിട്ടും. രാഹുൽജി, പ്രിയങ്കാജി, നിങ്ങൾ എവിടെയാണ് ഈ മുസ്ലിം സമുദായത്തിന് അവർക്ക് ജനസംഖ്യാനുപാതികമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒരു സംവരണം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറയാം, കർണാടക, തമിഴ്നാട് പിന്നെ കോൺഗ്രസ്സല്ല ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ എല്ലാം ഒരു 2ാം സ്ഥാനത്തെങ്കിലും ഒരു മുസ്ലിം വരണ്ടേ? എന്താണ് വരാത്തത്? മഹാരാഷ്ട്രയിൽ പിന്നെ കർണാടകയിൽ എത്രാമത്തെ സ്ഥാനമാണ് മുസ്ലിങ്ങൾ വോട്ട് കിട്ടിക്കുന്നത്? 10, 18 ഒക്കെ ഉള്ളൂ. അവർക്കെല്ലാം 2ാം സ്ഥാനങ്ങൾ കൊടുക്കണ്ടേ? പ്രബല സമുദായമല്ലേ ഇന്ത്യയിൽ. ഹിന്ദു സമുദായം കഴിഞ്ഞാൽ അടുത്ത മുസ്ലിം സമുദായമാണ്. അപ്പോൾ 2ാം സമുദായമാണ്. ആ 2ാം സമുദായത്തിൽ 2ാം സ്ഥാനം കൊടുക്കണ്ടേ? നിങ്ങൾ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് 2ാം സ്ഥാനം? 3ാം സ്ഥാനമുണ്ടോ? 5ാം സ്ഥാനമുണ്ടോ? ഈവൻ കേരളത്തിൽ പോലും ഒരു കാര്യം പറയാം, 3 ജനസംഖ്യയുള്ള ന്യൂനപക്ഷമുള്ള ഇന്ത്യയിൽ പ്രബല സമുദായമായ മുസ്ലിങ്ങൾ 20% എന്ന് പറയുന്നു. പറയൽ അങ്ങനെയാണ്. അതിൽ കൂടുതൽ മോർ ദാൻ 20+ ആണ്. അവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ നിന്ന് 1/3 16, 32, 16%, 15% വോട്ട് BJPക്ക് തിരിച്ചു വിട്ടാൽ ഇവിടുത്തെ പിണറായി സഖാവും ദിവാകരനും മറ്റേ എല്ലാം മനസ്സിലാക്കാൻ പറയാണ്. ഈ 15% വോട്ട് BJPക്ക് അനുകൂലമായി തിരിച്ചു വിട്ടാൽ ഇവിടെ ചെന്ന് അവസാനിക്കും കഥ. ഉപപ്രധാനമന്ത്രി വരെയും മുസ്ലിന് കൊടുക്കാൻ BJP തയ്യാറാവും. കാരണം ഇതിപ്പോൾ എന്താ വെച്ചാൽ മുസ്ലിങ്ങൾ പൊതുവെ സംസാരിക്കാൻ അടുത്താൽ പോലും അകന്നു അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികളും. പക്ഷെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ബ്ലോക്ക് വോട്ട് വാങ്ങിയിട്ട് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ തെണ്ടികൾ എന്നൊക്കെ പറയേണ്ടത് ഞാൻ പറയുന്നില്ല, പാർട്ടികൾ നിങ്ങൾ ഈ സമുദായത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്? അപ്പം ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ, ഞങ്ങൾ പണ്ട് MT വാസുദേവൻ നായരുടെ സിനിമയില്ലേ വടക്കൻ വീരകഥ, ചന്തുവിനെ കഥ തിരിച്ചിട്ട് വിജയിച്ച പോലെ ഞങ്ങളൊന്ന് തിരിച്ച് ചിന്തിക്കാൻ അവസരം ഉണ്ടായി കൊടുത്താൽ പിന്നെ നിങ്ങൾ ക്ഷണിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കോൺഗ്രസ്സുകാരോടും, കേരളത്തിലെ LDFകാരോടും പിന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത് ബ്ലോക്ക് നിങ്ങൾക്ക് ബോണസായി കിട്ടുന്നതാണ് ഈ 20% വോട്ട് ഇന്ത്യയിൽ. ആ 20% വോട്ട് ബോണസായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാന്യമായ അംഗീകാരവും സ്ഥാനം കൊടുക്കണം. പേരിന് അവർ കാക്കാനിരിക്കട്ടെ, ഇത് മേൽപിടിക്കുക അല്ലെങ്കിൽ നോക്കുത്തി പോലെ, അത് വേണ്ട രാഹുലേ, അത് വേണ്ട. പ്രിയങ്കയോട് പറയാണ്, നിങ്ങൾ അധികാരത്തിൽ വരൂ, നമുക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും ആകട്ടെ. കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞ് BJP ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളാകുന്ന ഒപ്പം തന്നെ നിങ്ങൾ ദളിതുകൾക്ക് കൊടുക്കുന്ന സ്ഥാനം, മറ്റ് ഹിന്ദു സമുദായ ആൾക്കാർക്ക് കൊടുക്കുന്ന സ്ഥാനം അതുപോലെ പരിഗണിക്കട്ടെ. ഈ വിഭാഗത്തെയും അതെന്താണ് പരിഗണിക്കാത്തത്? ഈ വിഭാഗത്തിൽ നിന്ന് ഒരു തലയെടുപ്പോൾ ഒരു നേതാവും ചോദിക്കില്ല. അവരെല്ലാം ആഗ്രഹം എന്താ വെച്ചാൽ എങ്ങനെയൊരു MLA ആകാം. ആരെയും കോൺഗ്രസ് നേതാക്കളെ കാല് പിടിച്ച് അല്ലെങ്കിൽ പിണറായി സഖാവിനെ കാല് പിടിച്ചിട്ട് എനിക്കൊരു MLA ആകാം. അതിൽ കവിഞ്ഞ ഒരു ഉദ്ദേശവും മുസ്ലിം നേതാക്കൾക്കില്ല. ഇനി അഥവാ അവർ ശ്രമിച്ചതിൽ പറഞ്ഞു പോയി അവനെ ഒറ്റപ്പെടുത്തും, പിന്നെ അവന് ഉള്ള സ്ഥാനം പോകും. അതുകൊണ്ട് അവർ പേടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സ്ഥാനം മോഹിക്കുന്നവരല്ലെന്ന്. സ്ഥാനമാനങ്ങൾ വേണ്ട, പ്രതിപക്ഷ മുന്നണിയിൽ സ്ഥാനം വേണ്ട, ഭരണകക്ഷിയിലും വേണ്ട. പക്ഷേ ഈ സമുദായത്തിന് നിഷ്കളങ്കരായ സ്നേഹിക്ക് മാത്രം അറിയാവുന്ന ഈ സമുദായത്തെ ജനകോടികൾക്ക് നിങ്ങൾ അംഗീകാരം കൊടുത്തേ തീരൂ, കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ മറിച്ച് ഞങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കരുത്. ഞങ്ങൾ അതിക്കൊള്ളും കാലം കാത്തിരിക്കാൻ പറ്റില്ലത്. ഈ അവഗണനയാണ് ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷ. തല്ലിക്കഴിഞ്ഞാൽ വേദന അപ്പം മാറും, അവഗണിച്ചാൽ വേദന മാറില്ല. അതുപോലെ നിങ്ങൾക്ക് 1/3 ജനസംഖ്യയുള്ള
അല്ലെങ്കിൽ ഈ അഞ്ചിലൊന്ന് ജനസംഖ്യയുള്ള മുസ്ലിം സമുദായത്തിന് ആ അഞ്ചാം സ്ഥാനത്തെങ്കിലും, രണ്ടാം സ്ഥാനമാണ് കൊടുക്കേണ്ടത്. ഒന്നാം സ്ഥാനം ഹിന്ദു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മുസ്ലിമാണ്, രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത്. ഇനി പോട്ടെ, അഞ്ചാം സ്ഥാനത്തെങ്കിലും നീ കൊടുത്തില്ലെങ്കിൽ, അല്ല കാശ്മീരിൽ മത്സരിക്കുമ്പോൾ ഒരു കാക്ക നിർത്തി, അല്ലെങ്കിൽ യു പിയിൽ താത്താൻ നിർത്തി, അതൊന്നും പോരാ. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സ്ഥാനമാനങ്ങൾ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ ഗ്രേഡ് അനുസരിച്ച് കൊടുത്തേ തീരൂ. ഒരു മുഖം നോക്കുന്ന കാര്യമില്ല, ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിലില്ല. എനിക്കൊരു സ്ഥാനം വേണമെങ്കിൽ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് സ്ഥാനം വേണ്ട, നിങ്ങൾ പറയുന്ന ആൾക്ക് കൊടുത്തോ, ഇന്ന ആൾക്ക് കൊടുക്കും നമ്മൾ പറഞ്ഞില്ല. പക്ഷെ മറ്റ് സമുദായങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ഈ സമുദായത്തിന് കൊടുക്കണം. ദളിതുകളുണ്ടല്ലോ, ഇപ്പോൾ ഈ സമുദായം ദളിതും ഇന്ത്യൻ മുസ്ലിം ഏതാണ്ട് തുല്യമാണിപ്പോൾ. പക്ഷെ എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കൊടുക്കും? പ്രസിഡന്റ് സ്ഥാനം യു പി ജയിച്ചു വന്ന ഒരു ദളിത് നേതാവ്, അത് അയോധ്യയിൽ ജയിച്ചു ദളിത്, അവനെ രാഹുൽ ഗാന്ധി ബാക്കിൽ നിന്ന് ഇരുന്ന് പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ മടിയിൽ ഇരുത്തിയില്ലേ, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇരുത്തിയില്ലേ ഫസ്റ്റ് റോയിൽ. ആ രാഹുൽ ഗാന്ധി ഒരു മുസ്ലിമിനെ നിങ്ങളുടെ അടുത്തിരുത്തോ നിങ്ങൾ ആ സ്ഥാനമാനം കൊടുക്കാത്തത്? അത് നിങ്ങൾക്ക് നാണക്കേടാണ്, കുറച്ചിലാണ്. ആ കുറച്ചിൽ നാണക്കേടും വെച്ച് വോട്ട് നിങ്ങൾക്ക് വോട്ട് വേണം, നിങ്ങൾ സ്ഥാനമാനത്തിൽ ഇരുത്താൻ പറ്റില്ല. പിന്നെ എവിടെയെങ്കിലും ഒരു വഴിപോക്കനെ പോലെ നോക്കുത്തിയാക്കി ഒരാൾ വായിക്കുക, അത് വേണ്ട രാഹുൽജി. അതിന് ഔദാര്യമൊന്നും വേണ്ട, അവകാശം മതി. നിങ്ങളുടെ കോൺഗ്രസ് ഔദാര്യമൊന്നും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ട, അവകാശം മതി. അവകാശമാണ് വേണ്ടത്, റൈറ്റ്, സിമ്പതി അല്ല. അത് കേരളത്തിൽ കോൺഗ്രസ്സുകാരോടും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കളോടും പറയാണ്, നിങ്ങൾ ഈ വിഭാഗത്തെ അവഗണിക്കാൻ പാടില്ല, അവോയ്ഡ് ചെയ്യാനും പാടില്ല. നിങ്ങൾ അവകാശം കൊടുക്കുക, ഔദാര്യമൊന്നും വേണ്ട. അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞുകൊണ്ട്, അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറയേണ്ടി വരും. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ. അൻവർ, നിങ്ങളുടെ ഒരു MLA അൻവർ മലപ്പുറം ജില്ലയിൽ SP ഓഫീസിന് മുമ്പിൽ ധർണ ഇരിക്കുന്നുണ്ടല്ലോ. എന്താണ് കാര്യം? എന്താണ് കാരണം? അൻവറിൻ്റെ എല്ലാ ചെയ്തിലും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ചെയ്യുന്നത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന അവഗണന, പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിങ്ങളോട് കാണിക്കുന്ന അവഗണന ദേശീയ ലെവലുണ്ടല്ലോ. ദേശീയ BJP ഭരിക്കും, മുസ്ലിങ്ങൾക്ക് എന്ത് സ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ അവരൊക്കെ രണ്ടാം പൗരനല്ല മൂന്നാം പൗരനായിട്ട് കിട്ടിയേക്കാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. അതല്ലേ അൻവറെ പോലെ ഒരു MLA, ഇടതുപക്ഷ MLA പോലും ഒരു SP MLA എന്നും മാഷ് എന്നൊക്കെ വിളിക്കുന്നത് പറഞ്ഞ് അഭിസംബോധിതമായിട്ട് ഇപ്പോൾ വാർത്ത വന്നിരിക്കുകയാണ്. അത് റിലീസ് പുറത്തു വന്നിട്ടുണ്ട്. ഒരു MLA എന്നത് ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ്. ചീഫ് സെക്രട്ടറി എന്താണ്? മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള സ്ഥാനമുള്ള ചീഫ് സെക്രട്ടറി. ഗവർണർക്ക് മുഖ്യമന്ത്രി, ഗവർണർ, ചീഫ് സെക്രട്ടറി, ഇതൊക്കെ ഏതാണ്ട് ഒരു റേഞ്ചാണ്, അല്പ വ്യത്യാസമുള്ളൂ. ആ സ്ഥാനമാണ് ഒരു MLAക്കുള്ളത്. അത് ആദ്യമായിട്ട് പറഞ്ഞാൽ അറിയോ? അന്തരിച്ച ശിവൻ TH മുസ്തഫയാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസ് വെച്ച് എന്തോ ഒരു വിഷയം വന്നപ്പോഴേ, അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റില്ല, ഉദ്യോഗസ്ഥമല്ല, എടോ നിങ്ങളുടെയൊക്കെ പ്രോട്ടോകോളിൽ ഗ്രേഡ് MLAക്കാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് എത്തിയ ഒരു കാര്യമുണ്ട്. അയാൾക്ക് നട്ടലുണ്ടായിരുന്നു, അന്തസ്സുണ്ടായിരുന്നു. അവൾ MLA വിളിച്ചിട്ട് ഒരു SP എന്ന് പറയാണ്. അതും സ്ഥലം മാറിപ്പോയ SP, അവിടുത്തെ മുൻ SP പറയാണ് എന്തോ ആ പ്രശ്നം പരിഹരിക്കണം. തന്നെയുമല്ല മിസ്റ്റർ MLA എന്നും. എന്താണ് MLA സാർ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം? മാഷ് എന്ന് പറയുന്നത്, മാഷ് എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെന്താണ് K. തോമസ് മാഷ്, പിന്നെ മറ്റേ പുരുഷോത്തം മാഷ് എന്നൊക്കെ പറഞ്ഞത്, അത് തെറ്റൊന്നുമല്ല പറഞ്ഞത്. വൈ നോട്ട്? നിങ്ങൾക്ക് എന്തൊരു സാർ എന്ന് വിളിച്ചോളൂ MLA. ചീഫ് സെക്രട്ടറി മുകളിൽ റാങ്കുള്ള ഒരാളെ സാർ എന്ന് വിളിക്കാൻ പറ്റുന്നത് SP-ക്ക്. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നു ഈ SP നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ അമ്മാവൻ എന്ന് വിളിക്കുന്നതാണ്. അമ്മാവൻ, അങ്കിൾ, അപ്പുറകെ ബന്ധം. അങ്കിൾ എന്ന് ആഭ്യന്തരമന്ത്രി വിളിക്കുന്ന ഒരു SP, ഒരു MLA ഇതിൽ കൂടുതൽ പിന്നെ ബഹുമാനിക്കുമോ? കാര്യമുണ്ടോ? അപ്പോൾ അൻവർജി നിങ്ങളുടെ സമരം മുഖ്യമന്ത്രിക്ക് അറിഞ്ഞു കാണും. അത് നല്ല രീതിയിൽ പരിഹാരം കാണണം. മലപ്പുറം ജില്ലയുടെ അവഗണന ഒഴിവാക്കണം. എത്ര തീവ്രമായ ബുദ്ധിമുട്ടാണ് ഈ പോലീസുകാർ മലപ്പുറം ജില്ലയിൽ ചെയ്യാൻ അറിയുമോ? കാരണം ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഭരിച്ചാലും LDF ഭരിച്ചാലും ഭൂരിപക്ഷ സമുദായം, ആ സമുദായത്തിൽ ഒരാളാണ് SP കളക്ടറൊക്കെ ആക്കുന്നത്. കോട്ടയം കളക്ടർ വരുമ്പോൾ, എറണാകുളം കളക്ടർ വരുമ്പോൾ സ്വാഭാവിക 90% ഒരു ക്രിസ്ത്യൻ കളക്ടർ വയ്ക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പോലീസിനെ വഹിക്കും. മലപ്പുറത്ത് മാത്രം നോൺ മുസ്ലിം വഹിക്കും. അവിടെയൊക്കെ ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ചോദിക്കണേ. എന്തുമാകട്ടെ, ആർക്കും എവിടെയും വഹിക്കാം. പക്ഷേ
അവിടെ അവന്ന് വെച്ചാൽ കേസ് ഈ പോലീസുകാരുടെ കേസ് എണ്ണം കൂട്ടാൻ വേണ്ടി ഒരു കേസ് തന്നെ 4-5 എണ്ണത്തിൽ ചേർക്കും. അതുപോലെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈ പിന്നെ എന്താണ് പറയുമ്പോൾ തീവ്രവാദി പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല. ഒരു സമരം ചെയ്യുകയാണെങ്കിൽ അകാരണമായിട്ട് വരുമ്പോൾ തന്നെ അടിച്ചോടിച്ച് ദേഹോദം ചെയ്യുന്ന രീതിയൊക്കെയുണ്ട്. ഇതൊക്കെ ഇത് കേട്ടാൽ അറിയാം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ ആഭ്യന്തരോട് പറയാണ്, നിങ്ങളെല്ലാവരും ഒരുപോലെ കാണണം. അതിൽ മറ്റെന്തെങ്കിലും വിട്ടു ചെയ്താൽ അതൊക്കെ ഇലക്ഷനിൽ ബാധിക്കും, നിങ്ങൾക്ക് ക്ഷീണം ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ അപകടങ്ങൾക്കെതിരെ പൊരുതേണ്ടി വരും. അതിന് അവസരം ഉണ്ടാക്കാൻ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കുക. നന്ദി. ജയ് ഹിന്ദ്.